സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ചൂഷണം ചെയ്തും കബളിപ്പിച്ചും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്താനിറങ്ങിയ ദമ്പതികൾ. ആഡംബര വാഹനങ്ങളിൽ യാത്ര, മണിമാളികയിൽ അന്തിയുറക്കം. ഹൈറിച്ച് ഉടമ പ്രതാപനെയും ഭാര്യ ശ്രീനയെയും കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒടുവിൽ തട്ടിപ്പിന് ഇരകളായവരുടെ കണ്ണീര് അവരുടെ ഭാവി ജീവിതം അഴിക്കുള്ളിലാക്കുമോ? ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പിൽ വീണ്ടും ഇഡിയുടെ ചോദ്യമുനയിലാണ് ഈ ദമ്പതികൾ. രാജ്യവ്യാപക റെയ്ഡിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മറവിൽ 1157 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന ഹൈറിച്ച് കേസിൽ രാജ്യവ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. തുടർന്നാണ് ഹൈറിച്ച് ഉടമ പ്രതാപനെയും ഭാര്യ ശ്രീനയെയും ഇഡി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. കേരളം, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 15 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 32 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇഡി മരവിപ്പിച്ചു. 75 ലക്ഷം രൂപ മൂല്യം വരുന്ന സ്വർണവും കണ്ടുകെട്ടി. നേരത്തെ ഹൈറിച്ചിന്റെ 55 അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്ന 212.45 കോടി രൂപയുടെ നിക്ഷേപം അന്വേഷണ സംഘം മരവിപ്പിച്ചിരുന്നു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളുടെ സ്വത്ത് ജപ്തി ചെയ്ത നടപടി കഴിഞ്ഞ ദിവസം കോടതി സ്ഥിരപ്പെടുത്തിയിരുന്നു. അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജില്ലാ കളക്ടറുടെ നടപടി അംഗീകരിച്ചത്. ഹൈറിച്ച് ഉടമകളുടെ 200 കോടി രൂപയുടെ സ്വത്തുക്കളാണ് സർക്കാർ ഏറ്റെടുക്കുക. സംസ്ഥാന സർക്കാർ ഹൈറിച്ച് കേസ് സിബിഐക്ക് വിട്ടതിന് പിന്നാലെയാണ് ഇഡി സംഘം വ്യാപകമായ റെയ്ഡ് നടത്തിയത്. ഹൈറിച്ച് ബിസിനസ്സുമായി ബന്ധമുള്ളവരുടെ വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഡിജിറ്റൽ രേഖകളടക്കം റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അനുബന്ധ സ്ഥാപനം ദുബായിലും രജിസ്റ്റർ ചെയ്തതായും HRC ക്രിപ്റ്റോ എന്ന ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിലൂടെ കോടികൾ സമാഹരിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി.